നമസ്കാരം. പൈതൃകം ഓൺലൈൻ ടി വി ചാനലിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള പാഠ്യപദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിത്യകർമാനുഷ്ഠാനങ്ങളുടെ തുടർച്ചയാണ്. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വലതുവശം തിരിഞ്ഞെണീക്കുക, പിന്നെ 2 കൈകളും കൂട്ടി തിരുമ്മി ഉള്ളം കൈ നോക്കുക, 3 ഭൂമിയെ തൊട്ട് ശിരസിൽ വയ്ക്കുക. ഭൂമിയെ തൊട്ട് ശിരസിൽ വെച്ചിട്ട് നമ്മൾ സൂര്യഭഗവാനെ വണങ്ങാം. അത് കിഴക്ക് വശത്ത് രാവിലത്തെ സമയമാണെങ്കിൽ ധാരാളം പല വർണ്ണങ്ങളിലുള്ള പ്രകാശ തരംഗങ്ങൾ കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. വൈകുന്നേരം അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് രാവിലെ ഈ സൂര്യനെ നോക്കുന്നതാണ്. രാവിലെ കിഴക്കുന്ന് വരുന്ന തരംഗങ്ങൾ അതുകൊണ്ട് പല വർണ്ണങ്ങളായതുകൊണ്ട് അതിനൊക്കെ നല്ല ഔഷധവീര്യം ഉണ്ടാവും. നല്ല മെഡിസിനൽ എനർജി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ തരംഗങ്ങൾ കിട്ടുന്ന കുളത്തിലെയും ജലാശയത്തിലേക്ക് വെള്ളത്തിന് നല്ല മെഡിസിനൽ പവർ ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ 1-2 ഗ്ലാസ് വെള്ളം കിണറ്റിൽ നിന്ന് കോരി കുടിച്ചു നോക്കും. നമ്മൾ ആ കിണറ്റിൽ നിന്ന് അപ്പോൾ കോരിയെടുത്ത വെള്ളം നല്ല എനർജറ്റിക് പവറല്ലേ അതിന്. അപ്പോൾ കോരിയെടുത്ത വെള്ളം മനസ്സിലായോ? കുളിക്കാനും നല്ലത്, കുടിക്കാനും നല്ലത് അതാണ്. അപ്പോൾ പക്ഷേ വെള്ളം ഒന്ന് കൈകൊണ്ടൊന്ന് തുടിക്കണം. തുടിച്ചു കഴിഞ്ഞാൽ ആ എനർജി തരംഗങ്ങളുണ്ട് അതിൻ്റെ. അത് അനങ്ങാതെ കിടക്കുന്നതാണ്, ചലനരഹിതമായിട്ട് കിടക്കുന്ന ഊർജ്ജ തരംഗങ്ങൾ കൈകൊണ്ട് തുടിക്കുന്ന സമയത്ത് അത് കറങ്ങാൻ തുടങ്ങും. അല്ലേ? അതുകൊണ്ടാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ 2 ബക്കറ്റ് വെള്ളം തുടിച്ച് കോരിയെടുക്കാൻ പറയും. തുടിച്ചിട്ട് കോരിയെടുക്കണം. അപ്പോൾ അതിലത്തെ എനർജി തരംഗങ്ങൾ നന്നായിട്ട് സഞ്ചരിക്കും. മോളിക്യൂൾസ് അസലായിട്ട്. അപ്പോൾ ആ മോളിക്യൂൾസ് കറങ്ങുന്ന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ കൂടെയുള്ള എനർജി തരംഗങ്ങൾ നന്നായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനർജി റിച്ചാവും ആ വെള്ളത്തിന്. മനസ്സിലായോ? ആ എനർജി റിച്ചാവുമ്പോൾ രാവിലെ വെള്ളം കുടിക്കുമ്പോഴത്തൊരു ഗുണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിന് അകത്ത് രാത്രിയിൽ കെട്ടിയിരുന്നിരുന്ന ടോക്സിൻസിനെ മുഴുവൻ നീക്കം ചെയ്യാൻ ആ രാവിലെ കുടിക്കുന്ന വെള്ളത്തിന് സാധിക്കും. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 1-2 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാമെന്നാണ്. 2 ഗ്ലാസ് വരെയ്ക്ക് കുടിക്കാൻ പറ്റുമെന്നല്ല. അങ്ങനെ വരുമ്പോൾ സാൾട്ടുകൾ, അതുപോലുള്ള മറ്റ് ടോക്സിനുകൾ, മാലിന്യങ്ങൾ, അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള ഊർജം എല്ലാത്തിനെയും നമുക്ക് സ്വയമേവ ദേഹത്തിന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വെള്ളം കുടിക്കുന്നൊരു കാര്യം വേണം കേട്ടോ. നല്ലത് പല്ല് തേച്ചതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. പല്ല് തേച്ചതിന് ശേഷം കഴിക്കുന്നതാണ് വെള്ളം കുടിക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് പല്ല് തേക്കാനായിട്ട് പോവാം. ആ പല്ല് തേക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പല്ല് തേക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ പല്ല് തേക്കുമ്പോഴുണ്ടാവുന്ന ഗുണം ധാരാളം സോളാർ എനർജിയെ, സോളാർ പവറിനെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വായ്ക്കുള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ്. പ്രത്യേകിച്ച് പല്ലുകൾ നമ്മുടെ ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. ദഹനത്തിന് മാത്രമല്ല പല്ലുകൾ ഉപയോഗിക്കുന്നത്. ദഹനത്തിന് അത് ദഹിപ്പിക്കാൻ, ചവച്ചരച്ച് ദഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. മനസ്സിലാക്കുക നമ്മൾ. അതിനൊക്കെ പുറമേ പല്ല് നമുക്ക് ധാരാളം വൈറ്റമിൻ സി, ധാരാളമായിട്ടുള്ള കാൽസ്യം നന്നായിട്ട് ബോഡിക്ക് ഉണ്ടാക്കി തരാനായിട്ട് പല്ലിന് സാധിക്കും. അപ്പോൾ പല്ല് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ പല്ലുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും. ദേഹത്ത് നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയ്ക്ക് ധാരാളം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആ പഞ്ചസാരയെ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം കാൽസ്യം ആവശ്യമാണ്. കാൽസ്യം നമ്മൾ കുറച്ച് കാൽസ്യമല്ലേ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നുള്ളൂ. അത് പോരാതെ വരുന്ന സമയത്ത് നമ്മുടെ പല്ലുകളിൽ നിന്ന് കാൽസ്യം വലിച്ചെടുക്കും. അപ്പോൾ പഞ്ചസാര അധികം കഴിക്കുന്നവരും അതിനെ ദഹിപ്പിക്കാൻ കൂടുതൽ കാൽസ്യം ആവശ്യമുള്ളത് കൊണ്ട് ബോഡിക്കകത്ത് നിന്ന് പല്ലിൽ നിന്നുള്ള കാൽസ്യം വലിച്ചെടുക്കും. അത് തീർന്നാലോ എല്ലിൽ നിന്നുള്ള കാൽസ്യം വലിച്ചെടുക്കും. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് അപ്പോൾ എല്ലിങ്ങനെ ദ്രവിച്ചു പോവുക. വേഫേഴ്സ് പോലെയാവും നമ്മുടെ എല്ലുകൾ. അട്ടക്കെന്ന് പറഞ്ഞാൽ പൊട്ടും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് വരാതിരിക്കാൻ നോക്കണം. അതുകൊണ്ട് ഭക്ഷണത്തിൽ മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഒന്നുകിൽ അത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ അളവിൽ കാൽസ്യം വേണം. ചിലർക്ക് പല്ലിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആവശ്യത്തിന് റിച്ചായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ്. പല്ലാണ് നമുക്ക് ഇതിനെ ധാരാളം കാൽസ്യം നമ്മുടെ ദേഹത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ എല്ലിനും പല്ലിനും വളരെ നല്ലതാണ്. ബോഡിക്ക് ആവശ്യമുള്ള കാൽസ്യം അത് ഉണ്ടാക്കി കൊടുക്കാനും ഈ എല്ലിനും പല്ലിനും സാധിക്കും. ആ പവറിനെ, വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ പവറിനെ നമ്മുടെ ബോൺ സിസ്റ്റത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ഈ കാൽസ്യം നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ അകത്ത് ചെല്ലേണ്ട ആവശ്യമാണ്. അതുകൊണ്ടാണ് കാൽസ്യം വേണ്ടതുകൊണ്ടാണ് പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ദേഹത്തിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറയും. ബോഡിയൊക്കെ വളരെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ
ഈ ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ അത് ജ്യൂസാക്കിയിട്ട് അത് കഴിക്കുന്നത് നല്ല, ലൈം ജ്യൂസ് കഴിക്കുന്നത്. പഞ്ചസാര അധികം ചേർക്കുക, അല്പം വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ലൈം ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ ബോഡിക്കകത്ത് നല്ല കാൽസ്യം ഉണ്ട്. പക്ഷേ വെറുതെ ചെറുനാരങ്ങ കുറേ അധികം കഴിക്കുന്നത് ദേഹത്തിന് നല്ലതല്ല. മനസ്സിലാക്കുക നിങ്ങൾ, അധികം കഴിക്കേണ്ട. അത് മനസ്സിലായോ? അതോ ശരീരത്തിനകത്ത് മറ്റ് പല ധാതുക്കളെയും നശിപ്പിക്കും. ചെറുനാരങ്ങ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ധാതുക്കളെ നശിപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ ശരീരത്തിനകത്തുള്ള പച്ച നിറം തരുന്നതായിട്ടുള്ള മെലാനിൻ പോലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നറിയോ? വെള്ള നിറത്തുള്ള സ്പോട്ടുകൾ, വൈറ്റ് സ്പോട്ടുകൾ ബോഡിയിലുണ്ടാവും. അതും ഒഴിവാക്കണ്ടേ? നമുക്ക് ഒഴിവാക്കണ്ടേ? അപ്പോൾ പിന്നെ നമ്മളോട് പറയുന്നത് ചെറുനാരങ്ങ അധികം കഴിക്കണ്ട. മണ്ണിലും ഇങ്ങനെ തന്നെയാണ്. ഒരു ചൊല്ലി കേട്ടിട്ടുണ്ടോ? നാരകം നട്ടയിടം നന്നാവില്ലയാണ്. നാരകം നട്ടയിടം നന്നാവില്ല എന്ന് പറയാൻ കാരണം ആ നാരകം മണ്ണിലെ പോഷകാംശങ്ങളെ ഇങ്ങനെ വലിച്ചെടുത്ത് നശിപ്പിക്കും. അപ്പം മണ്ണിൽ പോഷകാംശങ്ങളില്ല എന്നുണ്ടെങ്കിൽ മണ്ണ് കൊള്ളരുതാത്ത മണ്ണാവും. അതുകൊണ്ട് നാരകം നമ്മൾ നടന്നില്ലെങ്കിൽ കുറച്ച് ദൂരെ, വീടിൻ്റെ മുറ്റത്തും പരിസരത്തൊന്നും വേണ്ട, നല്ല ദൂരെ പുരയിടത്തിൽ, അതായത് തൊടിയിൽ കുറച്ച് അകലത്തിൽ മാത്രം അത് നട്ടാൽ മതി. കാരണം നാരങ്ങയൊക്കെ നമുക്ക് കിട്ടും, പക്ഷേ ഇത് പ്രശ്നമുണ്ട് ആ നാരകത്തിന്. മനസ്സിലാക്കുക നമ്മൾ. എന്തായാലും ഇങ്ങനെയുള്ള ഈ പല്ല് തേക്കുന്നത് കിഴക്കോട്ട് എരിഞ്ഞാണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ധാരാളം കാൽസ്യവും നമ്മുടെ പല്ലിന് വലിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളോട് പറയും കിഴക്കോട്ട് എരിഞ്ഞ് പല്ല് വെച്ചോളൂ. എന്നിട്ടോ ശ്രദ്ധിക്കുക, തുപ്പുന്നത് കിഴക്കോട്ട് വേണ്ട, അത് വടക്കോട്ട് തുപ്പിക്കൊള്ളാൻ പറയും. എന്താ ഇപ്പോൾ വടക്കോട്ട് തുപ്പിക്കൊള്ളാൻ പറയുന്നത്? അതിന് കാരണമുണ്ട്. വടക്കോട്ട് തുപ്പുമ്പോൾ ഈ കിഴക്കുന്ന് വരുന്ന സോളാർ എനർജിയെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. സോളാർ എനർജിയെ ദോഷമായിട്ട് ബാധിക്കുന്നില്ല. അതതിൻ്റെ ഗുണം കിഴക്കോട്ട് തുപ്പാത്തത് കൊണ്ട്. മനസ്സിലാക്കാം നമ്മൾ. അതിന് പല്ലിൻ്റെ ആകർഷണീയത അത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഈ സോളാർ എനർജി. സാധാരണ ഒരു ചൊല്ല് പറയും, ആ സമയത്ത് പല്ല് വയ്ക്കുമ്പോഴേക്കും ബ്രാഹ്മണരൊക്കെ ചൊല്ലുന്നൊരു മന്ത്രം, ക്ലീം കാമദേവായ നമ, സർവജനപ്രിയായ നമ എന്നുള്ളത്. കാമദേവനെ പോലെ ആയിത്തീരും ഇത്രയും നമ്മുടെ പല്ലുകൾ. പക്ഷേ ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. കാമദേവനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നല്ല മാവിൻ്റെ ഇല, മാവലയുണ്ടല്ലോ, അതെടുത്ത് ചവച്ച് 10 മിനിറ്റ് ചവച്ച് തുപ്പി നോക്കും നിങ്ങൾ. പല്ലിന് മുല്ലപ്പൂവിൻ്റെ നിറമായിരിക്കും. നിങ്ങളുടെ വായിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരിക്കും. പല്ലിന് മുല്ലപ്പൂവിൻ്റെ നിറമായിരിക്കും, വായിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരിക്കും. കാരണം ഈ വായിക്കകത്തുള്ള മലിനമായിട്ടുള്ള അണുക്കളെയും മാലിന്യങ്ങളെയും എല്ലാത്തിനെയും അത് നീക്കം ചെയ്യും. വിഷാണുക്കളെയും രോഗാണുക്കളെയും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് വായയെ ശുദ്ധീകരിച്ച് തരാൻ ഒരു മാവില 10 മിനിറ്റ് ചവച്ച് തുപ്പുന്നത് കൊണ്ട് മാത്രം നമുക്ക് സാധിക്കും. ഞാൻ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരോട് പറയുകയാണ്, ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, മനസ്സിലായോ, ഒരു മാവില എടുത്ത് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം മതി 10 മിനിറ്റ് ചവച്ച് തുപ്പിക്കളഞ്ഞു വെക്കും. 10 മിനിറ്റ് ചവച്ച് തുപ്പിക്കളഞ്ഞാൽ നിങ്ങളുടെ വായി നല്ല സുഗന്ധപൂരിതമായി തരും. പല്ലിന് ഒരു അണുക്കളും ഉണ്ടാവില്ല. പല്ലെല്ലാം വളരെ നല്ല ആരോഗ്യമുള്ള പല്ലുകളായിട്ട് മാറും. പല്ലിലെ കറകളും എല്ലാം നീക്കിത്തരും. വായിക്കത്തുള്ള ഈ സലൈവയുടെ മാലിന്യങ്ങളും എല്ലാം നീക്കിയിട്ട് ആസിഡുകളൊക്കെ നീക്കി വായിനെ ശുദ്ധീകരിച്ച് തരാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഏതായാലും ഈ മാവില ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.